വെൽക്കം ബാക്ക് ടു മല്ലു ട്രെൻഡ് ടോക്ക്. അറിയിക്കുന്നത് പരിശീലനത്തിന് എത്തിയ നിരവധി പെൺകുട്ടികളെ പരിശീലകൻ പീഡിപ്പിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ മറവിൽ പെൺകുട്ടികളെ തെങ്കാശിയിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്നും പോലീസിന്റെ കണ്ടെത്തൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ നഗ്ന ഫോട്ടോ ഫോണിൽ ചിത്രീകരിച്ചു. വാർത്തകൾ സത്യമാണെങ്കിൽ എന്ത് ക്രൂരനായ വ്യക്തിയാണ് മനു, അല്ലെ? KCA ട്രിവാൻഡ്രം അസോസിയേഷന്റെ ഭാഗമായി കോച്ചായി പ്രവർത്തിക്കുന്ന മനുവിനെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ മനു ചെയ്ത പ്രവൃത്തികളെ കുറിച്ചാണ് ഇതിനകത്ത് സംസാരിച്ചത്. KCA ട്രിവാൻഡ്രം അസോസിയേഷന്റെ ഭാഗമായി കോച്ചായി മനു പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിലേറെ ആയിരിക്കുന്നു. ഈ അടുത്ത് നടന്ന പിങ്ക് ടൂർണമെന്റിന്റെ ഇടയിൽ തനിക്ക് സംഭവിച്ച ഒരു മോശം അനുഭവം പങ്കുവച്ച് ഒരു പരാതി കൊടുക്കുകയാണ് ഒരു പെൺകുട്ടി ആദ്യം ചെയ്തത്. അതിനെതിരെ പോലീസ് നടപടിയെടുക്കുകയും അന്വേഷിക്കുകയും ചെയ്തതിനു ശേഷം മനുവിനെ റിമാൻഡിലാക്കിയായിരുന്നു. ആ ഒരു പരാതി വന്നതിന് ശേഷം തുടരെ പോലീസിന് 6 മറ്റു പരാതികൾ ലഭിക്കുകയുണ്ടായി. ഈ 6 പരാതികളിലും പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പോലും മോശമായി ഫിസിക്കലി യൂസ് ചെയ്യുന്ന ഒരു കോച്ചാണ് അല്ലെങ്കിൽ പരിശീലകനാണ് മനു എന്ന് പറയുന്നത്. നമ്മുടെ നാടായ ഇന്ത്യ ലോകകപ്പിന്റെ നെറുകയിൽ മുത്തമിട്ട് നമ്മുടെ ടീം തിരിച്ചു നാട്ടിൽ വരുന്ന അതേ സമയത്ത് തന്നെ, അതേ ദിവസം തന്നെ, അതേ മേഖലയിൽ നിന്നും ഇങ്ങനെ തെറ്റായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ തെറ്റായ ഒരു വാർത്ത കേൾക്കുന്നതിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെ? മനു ചെയ്തുകൊണ്ടിരുന്നത് വളരെ മോശമായ പ്രവൃത്തികളാണ്. 18 വയസ്സിൽ താഴെ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ച് ശാരീരികപരമായി അവരെ മോശം രീതിയിൽ ഉപയോഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കോച്ച് എന്ന രീതിയിൽ എല്ലാവർക്കും അറിയാം, തന്റെ സ്റ്റുഡൻസ് ഉറപ്പായിട്ടും കോച്ചിനെ പൂർണ്ണമായും വിശ്വസിക്കും. ഒരു ഭാവി സ്വപ്നം കണ്ട് നല്ല നാളേക്ക് വേണ്ടി വരുന്ന പെൺകുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ച് തന്റെ വഴിക്കാക്കുകയായിരുന്നു മനു ചെയ്തുകൊണ്ടിരുന്നത്. മനു കോച്ചിങ്ങിന്റെ സമയത്ത് തന്നെ തെറ്റായ രീതിയിൽ അവരെ സ്പർശിക്കുകയും തെറ്റായ രീതിയിൽ അവരെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് കൂടാതെ തന്നെ തെങ്കാശിയിൽ ടൂർണമെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരെ ഹോട്ടൽ മുറികളിൽ കൊണ്ടുപോവുകയും ഹോട്ടൽ മുറിയിൽ വെച്ച് പോലും തെറ്റായ രീതിയിൽ അവരെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ മുറികളിൽ നടന്ന തെറ്റായ പ്രവൃത്തികൾക്കപ്പുറം മനു മറ്റു കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടികളെ BCCIക്ക് അവരുടെ ശരീരഘടന കാണണം, അല്ലെങ്കിൽ ശരീരഘടന അറിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് ടൂർണമെന്റിലേക്ക് കളിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ നേക്കഡ് ഫോട്ടോസ് അഥവാ നഗ്ന ഫോട്ടോസ് വരെ മനു എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പെൺകുട്ടികൾ പരാതിയിൽ പറയുന്നത്. ഇതെല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ മോശപ്പെട്ട ഒരു മനുഷ്യനെ ഇത്രയും നാൾ ഏകദേശം 10 വർഷത്തോളം എന്തുകൊണ്ടാണ് KCCA സ്ഥാനത്ത് നിലനിർത്തി കൊണ്ടുപോയിരുന്നത് എന്ന് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്. ആ കൂടെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംശയമായിരിക്കും, എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ ഇതിനെല്ലാം യെസ് പറഞ്ഞു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ ഇതിനോടൊന്നും നോ പറഞ്ഞില്ല, അല്ലെങ്കിൽ എതിർത്തില്ല, അല്ലെങ്കിൽ അന്ന് തന്നെ ഇതിനൊരു പരാതി കൊടുത്തില്ല എന്ന്. ശരിയായിരിക്കാം, ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചു. മേ ബി ഇവരെല്ലാം വരുന്നത് ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഉയർന്ന സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബങ്ങളിൽ നിന്നായിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഇവരെല്ലാം സ്വപ്നം കണ്ടുവരുന്നത് വലിയൊരു ഭാവിയായിരിക്കും. നമ്മുടെ പേരൻസിനെ, അവരുടെ നാട്ടുകാരെ എല്ലാം കൺവിൻസ് ചെയ്തിട്ടായിരിക്കും ഈ പെൺകുട്ടികളെല്ലാം ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഇത്രയും ദുരാനുഭവം പങ്കിട്ടു അല്ലെങ്കിൽ തനിക്ക് നേരിടേണ്ടി വന്നു എന്ന് തുറന്നു പറയാൻ എല്ലാ പെൺകുട്ടികൾക്കും ധൈര്യം ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടി ധൈര്യത്തോടെ വന്ന് പോലീസിന് പരാതി കൊടുത്തു. പോലീസ് അതിനെതിരെ നടപടിയെടുത്ത് ആ മനുവിനെ റിമാൻഡിലാക്കി. അതിനുശേഷമായിരിക്കാം മേ ബി ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് ഒരു ധൈര്യം വന്നത്. പക്ഷെ പിങ്ക് ടൂർണമെന്റിൽ ഇടയിൽ നടന്ന സംഭവത്തിൽ ആദ്യമായി ഈ പെൺകുട്ടി 2 ആഴ്ചക്ക് മുമ്പ് പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഏകദേശം 1.5 വർഷം മുമ്പ് ഇതേ മനുവിനെതിരെ ഒരു പരാതി ഒരു പെൺകുട്ടി ഉന്നയിച്ചിരുന്നു. അന്ന് ആ സമയത്ത് മനു അതിജീവിതയെ പോലും കൺവിൻസ് ചെയ്ത് ആ പെൺകുട്ടിയുടെ മൊഴി പോലും മാറ്റിച്ച് പിന്നെയും സർവീസിൽ തുടർന്നു. ആ കേസിൽ നിന്നും അയാൾ കുറ്റമുക്തനാവുകയും ചെയ്തു. എങ്കിൽ പോലും ഇത്രയും കുറ്റാരോപിതനായ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി പരാതി ഉന്നയിച്ച സ്ഥിതിക്ക് ഒരു അന്വേഷണമെങ്കിലും ചെയ്യേണ്ടിയിരുന്നില്ലേ? അങ്ങനെ ഒരു അന്വേഷണം അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് 1.5 വർഷം കൊണ്ട് ഇയാൾ ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം തടയാമായിരുന്നു. എത്രയോ പെൺകുട്ടികൾ ഇനിയും പരാതിയുമായി വരുമെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എത്ര വലിയ മോശപ്പെട്ടൊരു വ്യക്തിയായിരിക്കും. ഇങ്ങനെ ചെയ്ത വ്യക്തികളെ മേ ബി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. നിയമം ഒരു പർട്ടിക്കുലർ വർഷത്തേക്ക് അയാൾക്ക് ശിക്ഷ കൊടുക്കും. പോസ്കോ നിയമപ്രകാരം അകത്താകും. ഇതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇതിനപ്പുറത്തേക്ക് ഒന്നും അയാളും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ആ ഒരു നിയമത്തിന്റെ സംരക്ഷണം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസം തന്നെയായിരിക്കും മനുവിനെ പോലെയുള്ള ആൾക്കാർ ഇനിയും ചെയ്യാനുണ്ടാവുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത്, അല്ലെ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും പങ്കുവയ്ക്കണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ നിങ്ങളും പ്രതികരിക്കണം. താങ്ക് യു.